السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ തൊട്ടടുത്ത 41, 42 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. فكيف എങ്ങനെയുണ്ടാകും അപ്പോൾ ഇദാ ജിഅ്ന നാം കൊണ്ടുവന്നാൽ മിൻ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായങ്ങളിൽ നിന്നും ബി ഷഹീദിൻ ഒരു സാക്ഷിയെ വജിഅ്ന ബിക നാം താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടായിരിക്കും അലാ ഹഉലാഇ ഈ വിഭാഗത്തിന് ഷഹീദ സാക്ഷികളായി. യൗമഇദിൻ അന്നത്തെ ദിവസം യവദ്ദുല്ലദീന കഫറു സത്യനിഷേധികൾ കൊതിച്ചുപോകും. വ അസൗർ റസൂല റസൂലിനെ ധിക്കരിച്ചവർ, തള്ളിക്കളഞ്ഞവർ കൊതിച്ചുപോകും. ലൗ തുസവ്വാ ബിഹിമുൽ അർളു ഭൂമി അവരെയും കൊണ്ടങ്ങ് നിരപ്പായിരുന്നതെങ്കിൽ വലാ യക്തുമൂനല്ലാഹ ഹദീസ അന്ന് അവർക്ക് ഒരു വർത്തമാനവും മറച്ചുവെക്കാൻ കഴിയുകയില്ല. ഇതാണ് 2 ആയത്തിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകത്ത് സാക്ഷിയാണ്, പരലോകത്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായിരിക്കും. നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഈ ആയത്ത് പഠിച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങളെ അപ്രകാരം നാം ഒരു മധ്യമ സമുദായമായി നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ മധ്യമ സമുദായമായി നിശ്ചയിച്ചത്? അതിലി തകൂനു ശുഹദാഅ അലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി. വയകൂനർ റസൂലു അലൈക്കും ഷഹീദ റസൂല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷിയാകാനും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്, ജനങ്ങൾക്ക് സാക്ഷിയാണ്, ഷഹീദാണ്, ഷാഹിദാണ്. ഇത് പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ ഉൾപ്പെട്ടതാണ്. ശരിക്കും എന്തിനാണ് പ്രവാചകന്മാർ നിയോഗിതരായത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? പ്രവാചകന്മാരുടെ ആവശ്യം എന്താണ്?
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ, അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്നു. ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന് നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഉപദേശിച്ചു കൊടുക്കുന്നു, നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അപ്പോ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത് മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനത്തുൻ, നല്ല മാതൃകയുണ്ട്, ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, പരലോകത്തെ കാക്ഷിക്കുന്നവർക്ക് റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റോൾ മോഡലാണ്. ഇങ്ങനെ റോൾ മോഡലുകൾ ഉണ്ടാവുക എന്നതാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ഇപ്പൊ നാളെ പരലോകത്ത് ചെന്നിട്ട് മനുഷ്യൻ കുതന്ത്രം പറയരുത്. അവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞൊണ്ടി ന്യായം പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചില്ല എന്ന് വെക്കുക. ഖുർആനിലൂടെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചില്ല. നമുക്ക് ഖുർആനൊക്കെ കിട്ടി. നാളെ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ന്യായം പറയാം. പഠിച്ചോണം, നീ ഖുർആനൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയാണ് നടപ്പാക്കുക എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കതെങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പാക്കേണ്ടത് എന്നതിന് ഒരു മാതൃക ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് നടപ്പാക്കിയില്ല എന്ന് മനുഷ്യന് ന്യായം പറയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തുൻ നിസാ 165-ാമത്തെ ആയത്ത്, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലം നഖ്സുസും അലൈക. നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറെ പ്രവാചകന്മാരുണ്ട്, പറഞ്ഞു തരാത്ത പ്രവാചകന്മാരുമുണ്ട്, ദൈവദൂതന്മാരുമുണ്ട്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, മൂസാ നബിയോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്. റുസുലം മുബശ്ശിരീന വമുൻദിരീൻ, അല്ലാഹു ഇങ്ങനെ റസൂലുകളെ അയച്ചത് മുബശ്ശിരീന വമുൻദിരീൻ, താക്കീത് ചെയ്യുന്നവരും സന്തോഷവാർത്ത അറിയിക്കുന്നവരും, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായിട്ടാണ്. لئلا يكون للناس على الله حجة بعد الرسل, ദൈവദൂതന്മാരെ നിയോഗിച്ചതിന് ശേഷം പിന്നീട് ജനങ്ങൾക്കൊരു ഹുജ്ജത്തും ഉണ്ടാകാൻ പാടില്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് ഒരു ന്യായവും പറയാൻ പറ്റരുത്. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താന്ന് എനിക്കറിയില്ലായിരുന്നു, അതെങ്ങനെയാണ് നടപ്പാക്കുക എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് മനുഷ്യന് പറയാൻ പറ്റില്ല. സഹാബിമാരുടെ കൺമുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ ജീവിച്ച് കാണിച്ചു കൊടുത്തു, നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്ന പോലെ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. നോമ്പെടുത്ത് കാണിച്ചു കൊടുത്തു, ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഖുദൂ അന്നി മനാസികക്കും, ഞാനിതാ ഹജ്ജ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങൾ അതുപോലെ പകർത്തു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് നബി പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തു. ഇനി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ ഒരു ന്യായം പറയാൻ ബാക്കി ഉണ്ടാകരുത്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾക്കൊപ്പം നബി വഫാത്തായതിനു ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം 1400-ലധികം വർഷം കഴിഞ്ഞു അല്ലേ? ഇന്നും നമുക്ക് നബി മാതൃകയാണ്. അതെങ്ങനെയാ? നബിന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടോ? നബിന്റെ വീഡിയോ എവിടെയെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ നേർക്ക് നേരെ കാണുകയോ നബി കാണിച്ചു തന്നത് നമ്മൾ വീഡിയോയിൽ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് നബി മാതൃകയാണ്. എങ്ങനെയാണ്? ഹദീസുകളിലൂടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളും ഒപ്പിയെടുത്ത് സഹാബിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി എങ്ങനെയാണ് നടന്നിരുന്നത്, നബി എങ്ങനെയാണ് ഇരുന്നിരുന്നത്, നബി എങ്ങനെയാണ് കിടന്നിരുന്നത്, നബി എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, നബി എങ്ങനെയാണ് നമസ്കരിച്ചിരുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അതിസ്വകാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബെഡ്റൂമിൽ എങ്ങനെയായിരുന്നു, കുളിപ്പുരയിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒപ്പിയെടുത്തിട്ട് ഇങ്ങനെ ലോകത്ത് വേറൊരു മനുഷ്യന്റെ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ നബി നമുക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് വലക്കും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക. ഇത് നമുക്കും ബാധകമാണ്. നബിനെ കണ്ട, നബിനെ അനുഭവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട സഹാബിമാർക്ക് മാത്രമല്ല, അതിനുശേഷമുള്ള എല്ലാവർക്കുമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. നബിക്ക് ആദ്യം പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വഹി ഇറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് പനിച്ചുപോയി അല്ലേ? ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ആദ്യത്തെ വഹി കൊണ്ടുവന്നു കൊടുത്തതിന്റെ, ജിബ്രീലിനെ കണ്ടതിന്റെയൊക്കെ ഒരു ആഘാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ചു കിടന്നു. നബി നേരെ മലയിറങ്ങി വരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്ന സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് പുതപ്പിട്ടുകൊണ്ടാ, എനിക്ക് എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി ആകെ. കാരണം അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. ശരിക്കും ഈ അള്ളാഹുവിന്റെ വഹി എന്ന് പറയുന്നത് ഖൗലൻ സഖീല എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. നല്ല വെയിറ്റ് ഉള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ നബി ഇങ്ങനെ വേർത്ത് കുളിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അത് നല്ല വെയിറ്റുള്ള ആ വഹി ഇങ്ങനെ ലഭിക്കുമ്പോൾ അത് ശരീരത്തിൽ ശരിക്കും പ്രതിഫലിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് കൊടുക്കുന്നത്. ഖുർആൻ ഇങ്ങനെ സ്വീകരിക്കുക, ഖുർആൻ ഇങ്ങനെ ഉൾക്കൊള്ളുക, എന്നിട്ടത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹർ റസൂൽ, ദൈവദൂതരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് കിട്ടുന്ന സന്ദേശങ്ങളൊക്കെ നീ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, ഒന്നുപോലും വിട്ടുപോകരുത്. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, ഈ പറഞ്ഞത് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നീ നിന്റെ ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നാണ്. ഞാൻ നിനക്കൊരായത്തിറക്കി തന്നു, ആ ആയത്ത് നീ ജനങ്ങളോട് പറയുന്നില്ല, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ നിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. ഫമാ ബല്ലഗ്ത റിസാലതഹു, അല്ലാഹുവിന്റെ റിസാലത്ത് നീ എത്തിച്ചിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളെ നീ പേടിക്കേണ്ടതില്ല, ജനങ്ങളുടെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു നിന്നെ കാക്കും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിഷേധികളായ ആളുകളെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഈ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്തു. അത് നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിക്കുന്നത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോ സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. ജനങ്ങളെല്ലാവരും ഈ സന്ദേശം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളോടും, കാണുന്നവരോടും മുഴുവൻ ഈ സത്യസന്ദേശം എത്തിക്കുക എന്നത് നബിയുടെ ഒരു സവിശേഷതയായിരുന്നു. അതുകൊണ്ട് തന്നെ നബി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയായിരുന്നു. അല്ലാഹു പറയാണ്, നബിയെ തന്നെ, നബിയുടെ ആരോഗ്യം, നബിയുടെ ശരീരം തന്നെ മറന്ന് നബിയെ നശിപ്പിക്കുമാർ ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടുമായിരുന്നു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം,
ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. ഇത് സ്വീകരിക്കുന്നില്ലല്ലോ, അതിന്റെ സങ്കടം സഹിക്കവയ്യാതെ നബിക്ക് നബിയെ തന്നെ, ശരീരത്തെ തന്നെ നശിപ്പിക്കുമാറുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേജാറ്, ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ, ജനങ്ങൾ നരകത്തിലേക്ക് പോവാണല്ലോ, സ്വർഗത്തിലേക്കുള്ള വഴി അവർ തെരഞ്ഞെടുക്കുന്നില്ലല്ലോ എന്നായിരുന്നു. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായങ്ങൾക്കും നാം കൊണ്ടുവന്നാൽ ബിശഹീദിൻ, ഒരു സാക്ഷിയെ, വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ, ഈ സമുദായത്തിന്റെ സാക്ഷിയായിട്ട് നിന്നെയും കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയാണ് ഈ ഉമ്മത്തിന്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്. ആ സാക്ഷ്യം പക്ഷെ ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാക്ഷ്യം പറയാൻ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാജരാക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ ഉമ്മത്തിന്റെ സവിശേഷത, ഈ ഉമ്മത്തിന് രണ്ട് സവിശേഷതയാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന് ഉമ്മത്തുൻ വസത്ത്, രണ്ടാമത്തത് ഖൈറു ഉമ്മത്ത്. ഈ രണ്ട് സവിശേഷതയും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. രണ്ട് സവിശേഷതയും പറഞ്ഞിടത്ത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മത്തം വസത്തല്ലി തകൂനൂ ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളാവുക എന്നതാണ് ഉമ്മത്തുൻ വസത്തായ നിങ്ങളുടെ ഉത്തരവാദിത്വം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതിന് നമ്മൾ കഴിഞ്ഞ സൂറത്ത് ആലി ഇംറാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുന്ന, തിന്മ തടയുന്നവർ. ഇതാണ് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, ഇതാണ് ഈ സമൂഹത്തിന്റെ ഡ്യൂട്ടി. ഇത് ഒന്നാമതായി നിർവഹിച്ച ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ എങ്ങനെ ഉണ്ടാകും? നമ്മളോട് ഒരാൾ ചോദിക്കണം എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, എങ്ങനെ ഉണ്ടാകും? ഫകൈഫ, കൈഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താ, എങ്ങനെ, ഹൗ. ഫകൈഫ, ഹൗ ഇറ്റ് വിൽ ബി, എങ്ങനെ ഉണ്ടാവും അത്? ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹഉലായി ഷഹീദ. നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, നാളെ പരലോകത്ത് ഈസാ നബിയുടെ സമൂഹത്തിന് സാക്ഷിയായി ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് സാക്ഷിയായി മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് സാക്ഷിയായി നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി പ്രബോധനം ചെയ്ത ആ സമൂഹത്തിന് സാക്ഷിയായി ഇബ്രാഹിം നബിയെ കൊണ്ടുവരുന്നു. അതൊക്കെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. പക്ഷെ വജിഇനാ ബിക അലാ ഹൗലായി ഷഹീദ, ഈ സമുദായത്തിന് ഉമ്മത്തുൻ വസത്ത് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, ഖൈറു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ച ഈ സമുദായത്തിന് സാക്ഷിയായിട്ട് നിന്നെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. എങ്ങനെയുണ്ടാകും? ഇത് ആലോചിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ തന്റെ സഹാബിമാരോട് ഓതാൻ ആവശ്യപ്പെടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമിലുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ അലയ്യ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം മധുരമുള്ള ശബ്ദമായിരുന്നു, നല്ല മനോഹരമായ ശബ്ദമായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എനിക്ക് ഖുർആൻ ഓദിത്ത. അപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ചോദിച്ചു, ഖാല അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, നബിയെ ഞാൻ നിങ്ങൾക്ക് ഖുർആൻ വായിച്ചു തരികയോ? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. സംഗതി ശരിയാണ്, എനിക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്, ഞാനാണ് നിങ്ങൾക്ക് വായിച്ചു തരുന്നത്. പക്ഷെ ഞാനല്ലാത്ത ഒരാൾ അത് വായിച്ചു തരുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ഓത്, നീ വായിക്കൂ. ഫഖറഅ അലൈഹി മിൻ അവ്വലി സൂറത്തുൻ നിസാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇന്റെ തുടക്കം മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങി. ഇലാ ഖൗലിഹി, ഈ ആയത്ത് വരെ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. 41ാമത്തെ ആയത്തെത്തുന്ന ഇതുവരെ എത്തിയപ്പോൾ ഫബക, ഇമാം മുസ്ലിമിലുള്ള റിപ്പോർട്ടിൽ ഫബക, റസൂൽ കരഞ്ഞുപോയി എന്നാണ്. എങ്ങനെ ഉണ്ടാവും നാളെ ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി നിന്നെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോ, ആ ചോദ്യം എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക, റസൂൽ കരഞ്ഞുപോയി. ബുഖാരിയിലുള്ള റിപ്പോർട്ടിൽ എങ്ങനെയാണ്? അംസിക് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിർത്ത് നിർത്ത്, മതി മതി മതി, കുഫ്, സ്റ്റോപ്പ്. ഫറഅയ്തു ഐനൈഹി തദ്രിഫാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ട് റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ഐനൈഹി തദ്രിഫാൻ, ഞാൻ കണ്ട കാഴ്ച റസൂലിന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്താ കാരണം? ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് റസൂല് പൊട്ടിക്കരഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. നാളെ ഇപ്പൊ എങ്ങനെ ഉണ്ടാകും? ഈ സമുദായത്തിന്റെ സാക്ഷിയായിട്ടായിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ. 2 കാരണങ്ങളായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്. ഒന്ന്, തന്റെ ഉത്തരവാദിത്തം ആലോചിച്ചിട്ട്. നബി, അള്ളാഹു എന്നോട് ചോദിക്കുമല്ലോ, നീ അത് മര്യാദക്കാർക്ക് പറഞ്ഞു കൊടുത്തോ, നീ അത് മര്യാദക്ക് കാണിച്ചു കൊടുത്തോ. അപ്പൊ എന്റെ ഒരു ഫാൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ആലോചിച്ച് നബി പൊട്ടിക്കരഞ്ഞതാകാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇവരൊക്കെയാണല്ലോ അപ്പൊ ഞാൻ നാളെ സാക്ഷി പറയേണ്ടത്. എന്തായിരിക്കും ഈ ഖൗമിന്റെ അവസ്ഥ? അവരെങ്ങനെയായിരിക്കും നാളെ അള്ളാന്റെ മുമ്പിൽ വരിക? അതാലോചിച്ചിട്ടായിരിക്കാം. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അംസിക് അംസിക്, മതി മതി മതി, സ്റ്റോപ്പ്. ഇനി അതായത് അത് കേൾക്കുമ്പോൾ അതിന്റെ ഗൗരവം ആലോചിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞു എന്നാണ്. സൂറത്തുൽ മാഇദ 109ാമത്തെ ആയത്ത്. യൗമ യജ്മഉല്ലാഹു റസൂൽ ഫയഖൂലു മാദാ ഉജിബ്തും. നാളെ എല്ലാ ദൈവദൂതന്മാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹുവിന്റെ അംബാസഡർമാരാണ് ഭൂമിയിലെ പ്രവാചകന്മാർ, ഭൂമിയിലെ ദൂതന്മാർ. അവരെല്ലാവരെയും അള്ളാഹു വിളിച്ചു ചോദിക്കും, വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് ദൂതന്മാരെ പ്രത്യേകം വിളിച്ചിട്ട് ചോദിക്കും, മാദാ ഉജിബ്തും, നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ച പണിയൊക്കെ ചെയ്തോ? ചെയ്തിട്ട് എന്താണ് റെസ്പോൺസ്? എന്താണ് അവരുടെ മറുപടി? ഖാലൂ ലാ ഇൽമ ലനാ. അപ്പൊ ഈ പ്രവാചകന്മാർ, ദൈവദൂതന്മാർ പറയും, ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. അവര് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, പക്ഷെ അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഞങ്ങൾ മരിച്ചുപോയി, ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു, പിന്നെന്താ സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല. അദൃശ്യങ്ങൾ അറിയുന്നവൻ നീയാണ് എന്ന് പ്രവാചകന്മാർ നാളെ മറുപടി പറയും. പിന്നെ ഓരോരോ പ്രവാചകന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രവാചകന്റെ കാര്യം പ്രത്യേകം എടുത്തിട്ട് അള്ളാഹു ഉദ്ധരിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം. അള്ളാഹു ഈസ ഇബ്നു മറിയമിനോട്, മറിയമിന്റെ മകൻ ഈസയോട് ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവമായി സ്വീകരിച്ചോളൂ എന്ന് നീയാണോ പറഞ്ഞത്? ഈസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം യേശു ദൈവമാണ്, യേശുവിന്റെ മാതാവ് ദൈവമാതാവാണ്. അതുകൊണ്ട് 2 പേരോടും അവർ പ്രാർത്ഥിക്കും. അള്ളാഹ് ചോദിക്കണം, നീയാണോ ഇത് അവരോട് പറഞ്ഞത്?
അഅൻത ഖുൽത ലിന്നാസി, ജനങ്ങളോട് പറഞ്ഞത് നീയാണോ ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ എന്നെയും എന്റെ ഉമ്മാനെയും ദൈവമായി സ്വീകരിക്കാൻ നീ പറഞ്ഞതാണ്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, ഖാല സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. പടച്ചോനെ, ഞാൻ എങ്ങനെയാണ് അങ്ങനെ പറയാ? എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം ഞാൻ അല്ലാഹുവിന്റെ പേരിൽ ഞാൻ പറയൂ? ഒരിക്കലും അത് പറയില്ല. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, അല്ലാഹുവിന് അറിയാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മ ദൈവത്തിന്റെ മാതാവാണെന്നോ ദൈവമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയുമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സി. എന്റെ മനസ്സിലുള്ളത് പടച്ചവനെ നിനക്കറിയാം, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ നീയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അതിന് പറഞ്ഞ മറുപടിയും അല്ലാഹു ഉദ്ധരിക്കുന്നു. ഇതായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ ആ സമൂഹത്തെ കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാം ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോകുന്നതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം അവരെന്നെ എന്തൊക്കെ കാണിച്ചതെന്നുള്ളത് നിനക്കറിയാമല്ലോ. നീ എന്നെ ആകാശലോകത്തേക്ക് ഉയർത്തതിന് ശേഷം പിന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ നിനക്കറിയാമല്ലോ. എന്നിട്ട് പറയുന്നു, അവരെന്നെ ദൈവാക്കിയിട്ടുണ്ട്. തെറ്റാണത്, കുറ്റമാണ് അവർ ചെയ്തത്, ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷെ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ യുക്തിമാനും പ്രതാപശാലിയുമാണല്ലോ എന്ന് അവിടെ ഈസാ നബി അലൈഹിസ്സലാം പറയും. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഈസാ നബിയോട് ചോദിക്കുകയാണ്, ഈ സമുദായം, നിന്റെ ഈ കൂട്ടര് നിന്നെ ഇലാഹാക്കിയിട്ടുണ്ട്, നീ പറഞ്ഞിട്ടാണോ? അവർ പറയും, ഈസാ നബി അലൈഹിസ്സലാം പറയും, അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുകയാണ്, ഈ ഒരു സമുദായം കാണിച്ചു കൂട്ടുന്ന ഇതേ വിക്രിയകൾ, ഇതേ തമ്മാടിത്തങ്ങൾ, ഇതേ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചിട്ട് അള്ളാഹു എന്നോട് ചോദിക്കൂലേ, മുഹമ്മദേ, നീയാണോ ഇത് ഇവരോട് പറഞ്ഞത്? മമ്പർത്ത തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞ നീയാണോ? മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞ നീയാണോ? സ്വാഭാവികമായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞുപോയി. ഇനി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും മുഹമ്മദ് നബി അതിന് പറയുന്ന ഒരു ഉത്തരവും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊരു ആ രംഗം ഒപ്പിയെടുത്തിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കണം. നാളെ നാളെ അക്രമി വിരല് കടിക്കും. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, ഞാൻ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവന് വിരല് കടിച്ചിട്ട് പറയും, സങ്കടപ്പെടും. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ആ ചങ്ങാതിനെ ഞാൻ എന്റെ സുഹൃത്താക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പഹയനെയാണല്ലോ ഞാൻ എന്റെ ചങ്ങാതിയായിട്ട് സ്വീകരിച്ചത്. ലഖദ് അദല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനൊക്കെ വന്നു കിട്ടിയതിന് ശേഷവും അവൻ എന്നെ വഴിപിഴപ്പിച്ചു, അവൻ എന്നെ തെറ്റിച്ചു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, അവൻ ചെകുത്താനായിരുന്നു. എന്റെ ഫ്രണ്ടൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവൻ ചെകുത്താനായിരുന്നു. ചെകുത്താൻ മനുഷ്യനെ അങ്ങേയറ്റം പറ്റിക്കുന്നവനാണ്. ഇനി ആയത് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ വിരല് കടിച്ച്, ഇങ്ങനെ സങ്കടപ്പെട്ട്, ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ അതാ വരുന്നു വഖാല റസൂൽ, എല്ലാവർക്കും ഒരു പ്രതീക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വരുന്നു. അപ്പൊ നമ്മളുടെ ഒരു പ്രതീക്ഷ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വേണ്ടി സാക്ഷി പറയും, നമുക്ക് വേണ്ടി ശഫാഅത്ത് പറയും. ഇതെന്റെ ഉമ്മത്താണ്, പടച്ചോനെ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷേ വഖാല റസൂൽ, റസൂൽ പറയുന്നു, യാ റബ്ബി, എന്റെ തമ്പുരാനെ, എന്റെ നാഥ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ,
ഞാൻ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് ഖുർആൻ എന്റെ ജീവിതത്തിൽ പകർത്തി മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർ പരിഗണിച്ചില്ല. അതൊക്കെ അവർ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് എന്ന് റസൂൽ വന്നിട്ട് സാക്ഷി പറയും. ഇപ്പൊ സാക്ഷിക്കൂട്ടിൽ കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ ഈ സമുദായത്തെ വെറുതെ വിടരുത്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. ഇങ്ങനെ എല്ലാ നബിമാർക്കും അവരുടെ കൂട്ടത്തിൽ ചില കുറ്റവാളികൾ ഉണ്ടാകും. മുസ്ലിം സമൂഹത്തിൽ ഒരു കൂട്ടർ ഇങ്ങനെ ഖുർആൻ അവഗണിച്ചവർ, ഖുർആൻ തള്ളിക്കളഞ്ഞവർ, ഖുർആൻ പഠിക്കാത്തവർ, ഖുർആൻ മനസ്സിലാക്കാത്തവർ, അവരെ കുറിച്ച് റസൂൽ പറയും, ഇവരെ വെറുതെ വിടരുത്, ഇവരെ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണ് എന്ന് റസൂൽ നമുക്കെതിരെ നാളെ സാക്ഷി പറയും. ഇത് ആലോചിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ഖുൽ, നീ പ്രഖ്യാപിക്കണം, നിന്റെ ഉത്തരവാദിത്തമാണിത്. ഹാദിഹി സബീലി, ഇതെന്റെ മാർഗമാണ്, ഇതാണ് എന്റെ വഴി. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, നല്ല ഉൾക്കാഴ്ചയോടുകൂടി. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ഇതാ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു എത്ര പരിശുദ്ധൻ, ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. അപ്പൊ അല്ലാഹു റസൂലിനോട് കൽപ്പിക്കുകയാണ്, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി എന്ന് പറയണം, ഇതാണ് എന്റെ വഴി എന്ന് പറയണം, ഇതാണ് എന്റെ പണി എന്ന് പറയണം. എന്റെ പണി എന്താണ്? അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, കണ്ണുപൊട്ടനായിട്ടല്ല. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ഈ ബസ്സിൽ കയറൂ, ഈ വാഹനത്തിൽ കയറൂ, ഇത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വണ്ടിയാണ്, ഇതിന്റെ ഡ്രൈവർ ഞാനാണ്, എനിക്ക് നല്ല കാഴ്ചയുണ്ട്, നല്ല ദൂരക്കാഴ്ചയുണ്ട്, അതുകൊണ്ട് ഈ ബസ്സിൽ കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ആ വണ്ടിയിൽ കയറരുത്, ആ വണ്ടികളിൽ കയറരുത്, അത് ചെകുത്താൻ ഒരുക്കി വെച്ചിട്ടുള്ള വണ്ടികളാണ്. അതിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾ പോയിട്ട് അഗാധഗർത്തത്തിൽ പോയി വീഴും, നിങ്ങൾ നശിക്കും. അതുകൊണ്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ബസ്സാണിത്, അല്ലാഹുവിലേക്കുള്ള വാഹനമാണിത്. അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, നല്ല കാഴ്ചയോടുകൂടി, നല്ല ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഞാൻ വിളിക്കുന്നത്, അതുകൊണ്ട് വരണം എന്നവരോട് ആവശ്യപ്പെടുക. ഇത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇന്ന ഹാദിഹി തദ്കിറ, തദ്കിറ എന്ന് പറഞ്ഞാൽ എന്താ അറബിയിൽ? ടിക്കറ്റ്. ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് തദ്കിറ. നാട്ടിൽ പണി ടിക്കറ്റ് വേണ്ടേ? തദ്കിറ. അല്ലാഹു പറയാണ്, ഇന്ന ഹാദിഹി തദ്കിറ, ഇതാണ് ടിക്കറ്റ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ, അല്ലാഹുവിലേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ വാഹനത്തിലേക്കുള്ള ടിക്കറ്റ് ഇതാണ്. ഇന്ന ഹാദിഹി തദ്കിറ, ഈ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതാലോചിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടതും പ്രയാസപ്പെട്ടതും. ഇനി പിന്നെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൗമഇദിൻ, അന്നത്തെ ദിവസം, യവദ്ദുല്ലദീന കഫറു, നബിയെ നിഷേധിച്ച ആൾക്കാരുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പോയി പണി നോക്ക് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ചില യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് അത് കേൾക്കുമ്പോഴേക്കും നമുക്ക് അടച്ചു വെക്കാൻ തോന്നും. അത്തരത്തിലുള്ള വൃത്തികേടുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് യൗമഇദിൻ, അന്നത്തെ ദിവസം, യവദ്ദുല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ കൊതിച്ചു പോകും, വഅസൗർ റസൂൽ, റസൂലിനെ തള്ളിക്കളഞ്ഞവർ, റസൂലിനെ തെറി പറഞ്ഞവർ, റസൂലിനെ പുറങ്കാലിൽ കൊണ്ട് തള്ളി മാറ്റിയവർ കൊതിച്ചു പോകും. ലൗ തുസവ്വാ ബിഹിമുൽ അർള്, ഭൂമി അവരെയും കൊണ്ടങ്ങ് നിരപ്പാക്കിയിരുന്നെങ്കിൽ, അങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാർക്ക് നശിച്ചു പോയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ദുർബല നിമിഷത്തിലാണ് മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യുന്നത്. ഞാനങ്ങ് ഇല്ലാതായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കുന്നൊരവസരം വരും. വലാ യക്തുമൂനല്ലാഹ ഹദീസ, എന്നാൽ അന്ന്
ഒരു കാര്യവും അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് മറച്ചു വെക്കാൻ പറ്റില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്, നമ്മളോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം റസൂലിന്റെ പണിയെടുക്കേണ്ടവർ നമ്മളാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഞാനൊരു കാര്യം തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഖുർആൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതനുസരിച്ച് നീ ജീവിച്ചോ, മറ്റുള്ളവർക്ക് നീ അത് എത്തിച്ചു കൊടുത്തോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളും ബേജാറായി പോവും. പക്ഷെ നമ്മളിത് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നമ്മളിത് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ദുഃഖിച്ചിട്ടുണ്ടോ? നമ്മളിത് ആലോചിച്ച് എപ്പോഴെങ്കിലും ബേജാറായിട്ടുണ്ടോ? അങ്ങനെ ഒരു പണി പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉത്തരവാദിത്വത്തിന്റെ ബോധത്താൽ, അതിന്റെ നാളെ നടക്കാൻ പോകുന്ന ആ വിചാരണയുടെ കാഠിന്യത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി എന്നാണ് ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആയത്തുകൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ റസൂലിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.